ഹലോ. അപ്പോൾ എല്ലാവർക്കും നട്ടുച്ച ആശംസകൾ. ഇപ്പോൾ ഇവിടെ നട്ടുച്ച 12 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇച്ചിരി ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ അല്ലാതെ എന്നെ ചെയ്യാനാ എന്നും എന്തോ ഈ അപ്പോൾ കൈയൊക്കെ വലിയ റൗഡികൾ വെച്ചിരിക്കുന്ന പോലെ. അപ്പം എന്താ പറയുക, ഇന്ന് നമുക്ക് അച്ചാറുണ്ടാക്കാം അല്ലേ. അപ്പം എന്താണെന്നറിയാമോ, ദേ നെയ്മീൻ അതാണേ. എന്തോ വിലയാണെന്നറിയാമോ ഈ മീന്. ഇനി അവരെല്ലാം കട്ട് ചെയ്തെല്ലാം തന്നെ, ഇനി ചെറുതായിട്ടൊന്ന് പീസാക്കണം. പിന്നെ എന്താ പറയുക, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നും ഇവിടെ മഴയാണ്. അതുകൊണ്ട് ഒരു മഴക്കാറും വെട്ടക്കുറവും ഒക്കെ ഉണ്ട്. ഞാനിവിടെ ഈ ലൈറ്റ് ഇട്ടിട്ട് ഈ ലൈറ്റിൻ്റെ പ്രകാശം ഇങ്ങനെ വരുന്നത് കാരണം അതും. അപ്പം ഞാൻ കുറേ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നൊക്കെ നോക്കുക എവിടെയാണ് ഇച്ചിരി വെട്ടം കിട്ടുന്നതെന്ന്. ഇവിടെ മഴക്കാറ് കാരണം ഇന്ന് ഒരു മൂടലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് അപ്പോൾ വെട്ടക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പക്ഷേ അല്ലെങ്കിൽ നല്ല വെട്ടമാണ് ഈ സമയത്തൊക്കെ, നല്ല പ്രകാശമുള്ളതാണ്. പക്ഷേ ഇപ്പം മഴക്കാറ് കാരണമാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. പിന്നെ ചെറിയ ബാക്ക് പെയിൻ ഉണ്ട്. അതൊക്കെ സാരമില്ല, അതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നില്ലേ. നമ്മുടെ മേലാഴികളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അല്ലേ, അതൊന്നും ഞാൻ ഓർക്കാറേ ഇല്ല. നടുവേദനയാണ് അതൊക്കെ. പിന്നെ വേറെ എന്താണ്? അപ്പം നമുക്ക് അപ്പം സ്വാഗതം പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, സുകുടുംബത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പ്രസംഗിക്കുന്ന പോലെയാണ് ഈ സ്റ്റേജിലൊക്കെ കയറി നിന്ന്. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും വീഡിയോ വന്ന് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുന്നതായിരിക്കും. അപ്പം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ എല്ലാവരും ഓടി വന്ന് വീഡിയോ കാണണം. ഓക്കെ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സും ഇങ്ങനെ ഓരോ കൂട്ടുകാരും ഇങ്ങനെ വന്ന് ഓരോ ദിവസവും ഇപ്പോൾ എപ്പോഴും മിക്കവാറും ഈ ഫോൺ എടുത്താൽ ഉടനെ ഈ YT സ്റ്റുഡിയോയിൽ പോയി നോക്കുക. അപ്പോൾ ഓരോരുത്തർ വരുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എൻ്റെ ചാനൽ അല്ലേ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടേക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചിയുണ്ട്, അതും ഒന്ന് കട്ട് ചെയ്യണം. പിന്നെന്താണ്, അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് അച്ചാറൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ അറിയാം. കറി വെക്കാനും അച്ചാറിടാനും എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കാനാണേലും യൂട്യൂബ് ഒന്ന് തുറന്നാൽ മതിയല്ലോ, എല്ലാവരും പെട്ടെന്ന് പഠിച്ചോളും. അപ്പോൾ
പിന്നെ എന്താ അതിനെന്തൊക്കെയാണ് വേണ്ടത് അച്ചാറിടാനായിട്ട്? വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതാ നല്ലെണ്ണയുണ്ട്. നല്ലെണ്ണയ്ക്ക് അതിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അച്ചാറൊക്കെ ഇടുമ്പോൾ മീനായാലും വേറെ എന്ത് അച്ചാറാണേലും നല്ലെണ്ണയ്ക്കകത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കുറേ നാളിരിക്കുകയും ചെയ്തോളും, കേടാവാതെ. കുറേ നാൾ വെച്ചേക്കേണ്ടതാണെങ്കിൽ അപ്പം അത് കുറേ നാളിരുന്നുള്ളൂ, നല്ലെണ്ണയ്ക്കകത്താവുമ്പോൾ കേടാവാതിരുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി വേണം, പിന്നെ മറ്റേ നമ്മളുടെ എരിവുള്ള മുളക് പൊടി വേണം, പിന്നെന്താണ് ഉപ്പ് വേണം, പിന്നെ വേറെന്താ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം വിനെഗർ. അപ്പോൾ അതും വേണം. അപ്പോൾ ഇത്രയും സാധനം. കറിവേപ്പിലയുണ്ട്. അപ്പോൾ കറിവേപ്പിലയും വേണം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മീനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതാണ്. രാവിലെ ഞാൻ പുട്ടിൻ്റെ കൂടെ ഇതായിരുന്നു കഴിച്ചത്. പഴം ഇല്ലായിരുന്നു, അപ്പം ഈ ഏത്തപ്പഴം പുഴുങ്ങി പുട്ടുമായിട്ട് കഴിച്ചു. ആർക്കെങ്കിലും വേണോ? ഞാൻ കടിച്ചതിൻ്റെ ബാക്കി, അതുകൊണ്ട് ആർക്കും തരുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി ഒരു ചായ എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, നല്ല മീനാണ്, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇത്രയും മീൻ എത്രയാണ് വിലയെന്നറിയാവോ? ഇത്രയും മീൻ ഇത്രയും മീൻ 1400 രൂപയാണ്. 1400 രൂപയാണ് ഇത്രയും മീനിൻ്റെ വില. അതൊക്കെയാണ് ഇവിടുത്തെ വിലകൾ. പിന്നെ നമ്മൾ നാട്ടിലെ വിലയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 1400. അയ്യോ, എത്ര കിലോ മീൻ മേടിക്കായിരുന്നു നാട്ടിലല്ലേ? അങ്ങനെ ഓർക്കും. പക്ഷെ എന്താ ചെയ്യുക. അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കത്തി എടുക്കുന്നത് മീൻ കട്ട് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം. അത് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് ഇനി ബാക്കി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മീനൊന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുളക് പൊടി, മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ കുറച്ച് നേരമായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നല്ലെണ്ണയും കൂടിയാണ്. കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മീനൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പം ഞാനൊരു എണ്ണ ചൂടായിട്ടുണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം? നമുക്കൊരു കറിവേപ്പില ഇട്ട് നോക്കാം. ചൂടായിട്ടില്ല, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പീസായി പോയോ എന്നൊരു സംശയം.
ഓക്കെ, നിങ്ങളൊക്കെ ഞാൻ എന്നാ മിണ്ടാതിരിക്കുന്നില്ല, മീൻ ഇട്ട് കൊടുക്കുമായിരുന്നേ. അപ്പം പിന്നെ നമ്മൾ വർത്തമാനം പറയാൻ പോയി അതിനിടയ്ക്ക് ശരിയാകത്തില്ലല്ലോ. അപ്പം സോറി കേട്ടോ. അപ്പം ആ മീനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കാം, കാരണം വലിയ പാത്രമാണ് എങ്കിലും എണ്ണ ഒത്തിരി വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ടാണേ. മീൻ വറുത്തതിൻ്റെ സ്മെല്ല് അതൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ, എന്നിട്ട് വേണം ഒരു പീസ് എടുത്ത് കഴിക്കാൻ. നിങ്ങളൊക്കെ എന്നാ കൊതിച്ചതല്ലേ. ഞാനങ്ങനെ മീനൊന്നും വാങ്ങിച്ച് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഈ മീനിനോടും ഇറച്ചിയോടും ഒന്നും. എന്ന് പറഞ്ഞാൽ കഴിക്കുകയെന്നല്ല, കഴിക്കും. എനിക്ക് വെജാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുന്ന അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചില സാധനങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ തുറക്കാറായല്ലേ. ഇനി എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. നാട്ടിലെല്ലാം ഇനി സ്കൂൾ തുറപ്പിൻ്റെ തിരക്കുകളാണല്ലേ. കടകളിലെല്ലാം നല്ല തിരക്കുകളായിരിക്കും. എല്ലാം റോഡിലെല്ലാം ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ ആയിരിക്കും അല്ലേ. എല്ലാവരും പിള്ളേർക്കുള്ള സാധനങ്ങൾ വാങ്ങാനും വെറുക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അല്ലേ. ഞാനൊക്കെ കുഞ്ഞിലെ സ്കൂളിലൊക്കെ പോകുന്നത് ഓർക്കും. അത് ഞാൻ അടുത്തുള്ള ഒരു സ്കൂളിലാണ് ഞാൻ 4 വരെ ഞാൻ പഠിച്ചത് കേട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് ദൂരം നടക്കണം, കുറച്ച് ദൂരമുണ്ട് ഹൈസ്കൂളിൽ പോയപ്പോൾ. അതൊക്കെ നല്ല രസമായിരുന്നു. ബസ്സിലൊന്നും പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോളേജിലൊക്കെ പോയപ്പോൾ കോട്ടയത്ത് പോയി, ബസ്സിലൊക്കെ പോയി 10 പൈസയൊക്കെ കൊടുത്തിട്ട്. ബസ് പാസ് അല്ലാതെ സ്റ്റുഡൻസിൻ്റെ ടിക്കറ്റ് 10 പൈസ ടിക്കറ്റ് അങ്ങനെ ഒക്കെ പോയിട്ടുണ്ട്. നല്ല രസമായിരുന്നല്ലേ ആ കാലമൊക്കെ. ഇപ്പം ഞാൻ ഓർക്കുക, അവിടെ വാകത്താനത്തൊക്കെ ഉള്ള ഒരു കൊച്ചിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. വാകത്താനത്ത് വാകത്താനംകാരി ആരുണ്ടല്ലോ, നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പം വാകത്താനത്ത് വീടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവിടെ ഒരു ഫ്രണ്ടുണ്ട് വാകത്താനത്തിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചത്. അങ്ങനെ പിന്നെ ആരെയും ഒന്നും കണ്ടിട്ട് പോലുമില്ല കേട്ടോ. സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരെയും ഒന്നും കണ്ടിട്ടില്ല. പിന്നെ വേറെ എന്താണ് കഥകളൊക്കെ? ഒരു ദളം മാത്രം വിടർന്നൊരി ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ മുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം
ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു തരളകോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഒരു പാട്ട് പാടി നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അതങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പാട്ട് വരും. ഇഷ്ടമുള്ള പാട്ടുകൾ മനസ്സിൽ ഓർക്കുമ്പോൾ അങ്ങനെ പാടണം, അതാണ്. അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ. ഞാൻ വലിയ പാട്ടുകാരിയാന്ന് ആരെയും കാണിക്കാനും ഒന്നുമല്ല. പാട്ട് എനിക്ക് അറിയില്ല പാടാൻ. എന്നാലും അറിയാവുന്ന രീതിയിൽ ഞാനിങ്ങനെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ മൂളിക്കൊണ്ടൊക്കെ ഇരിക്കും. അതുകൊണ്ടാരും വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അപ്പം കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നു പാട്ട് നല്ലതാണ്, ഇനി പാടണമെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടമാണ് പാട്ടിനോട്. അപ്പോൾ അങ്ങനെ അങ്ങ് പാടുന്നു. മനസ്സിൽ ഓർക്കുന്ന പാട്ടുകൾ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ വരും. അതപ്പോഴും പാടണം. എന്താ പറയുക. പണ്ടത്തെ പാട്ടുകളൊക്കെ എന്ത് രസമല്ലേ. ഇപ്പോഴത്തെ പാട്ടുകൾ കൊള്ളില്ല എന്നല്ല പറയുന്നേ, എന്നാൽ എന്ത് രസമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നട്ടാൻ ഞാൻ ഒടുവിൽ നീക്കുമ്പോൾ ചിരിക്കുവാൻ ഒരു ഗാനം മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീക്കുമ്പോൾ ആ പാട്ടൊക്കെ എന്ത് രസമല്ലേ. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ് പഴയ പഴയ പാട്ടുകൾ. പിന്നെ വേറൊരു പാട്ട് എനിക്കിഷ്ടമുള്ളത് അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതോ നിന്റെ ജീവനിൽ അണിയോ അണിയോ അഭിലാഷ പൂർണിമേ. ആ പാട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ജീവനാണ് ആ പാട്ടുകൾ. പിന്നെ ഒത്തിരി 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 പാട്ടുകളുണ്ട്. ഞാനിപ്പോൾ ഒന്നും പാടുന്നില്ല. ഇനി എന്നെ എല്ലാവരും തല്ലി കൊല്ലും.
അപ്പോൾ നമ്മുടെ ഇതായിട്ട് ഒന്നിട്ട് നോക്കട്ടെ. മീനൊക്കെ മൂത്ത് കേട്ടോ. ആദ്യത്തെ കുറച്ച് കൂടുതൽ മൂത്ത് പോയി എന്ന് തോന്നുന്നു. നമുക്ക് വെച്ചിരിക്കാനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അധികം മൂത്ത് പോകണ്ട. അധികം മൂത്ത് പോയ കല്ല് പോലെ കിടന്നാലത്ത്. കുറേ നാളത്തേക്കൊക്കെ ഇരിക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഇതിപ്പം അധികം ഇരിക്കാനൊന്നുമല്ല. ഓക്കെ, അപ്പം മീനെല്ലാം വറുത്ത് കോരി കാണിക്കാമേ. കണ്ട, ഇനി നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഓക്കെ, അപ്പം ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സങ്ങൾ നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പം ഞാൻ കടുക് ഇട്ട് ഉലുവയിട്ടു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇവിടെ ഒരു എൻജിനീയർ വരുമായിരുന്നേ. നമ്മുടെ ഷവറിൻ്റെയൊക്കെ അവിടെ ഒരു ചെറിയ ലീക്ക്. അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്ന് 12 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവർ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുകും ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ, അതൊക്കെ ഇട്ട് അത് കാണിക്കാൻ പറ്റിയില്ല, സോറി. ഇവിടെ ദേ നല്ല മഴക്കാറാണ്. നല്ല മഴക്കാറ്, ചെറുതായിട്ട് ഇടിയൊക്കെ കുടുങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനിടയ്ക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഒക്കെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് കടിക്കാം. നല്ല ഉപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. ഇപ്പോൾ ഇഞ്ചിയുടെയും ആ മീൻ്റെ അനുസരിച്ച് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നതിന് ആരോടും കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? പിന്നെ കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഇട്ടുകൊണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള അച്ചാറുകൾ ഇടുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും പിന്നെ മീനൊന്ന് വറുത്തെടുക്കണം, അത്രയേ ഉള്ളൂ. ചെറിയ പീസുകളാക്കിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊക്കെ അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള അച്ചാറുകൾ ഇടുന്നതിൽ നിന്നും വേറെ പ്രത്യേകതയൊന്നുമില്ല.
വെളുത്തുള്ളി ആ കറിവേപ്പിലെല്ലാം കൂടെ കിടന്ന എണ്ണ കിടന്ന മൂക്കുന്നതിൻ്റെ മണമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അച്ചാറ് കുളമാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ്? കേക്കിൽ നിന്നാണ് ചെയ്യട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ ഇട്ടു. പിന്നെ മറ്റേ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതും കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടെ ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി. പിന്നെ നമ്മൾ മീനൊക്കെ ഉപ്പിട്ടാണല്ലോ വറുത്തിരിക്കുന്നത്. പിന്നിപ്പം ഇതിൻ്റെ ഈ ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നു. ചുമ ഈ മുളകിൻ്റെയൊക്കെ നമുക്ക് കുറച്ച് വെച്ചു. ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, ഈ ചട്ടി ഏത് കാരണമുണ്ടല്ലോ നല്ല ചൂട്. അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തെന്ന് മനസ്സിലായല്ലോ അല്ലേ? ആദ്യം ഞാൻ ആ മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചത് കേട്ടോ. വെറുതെ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതിനകത്തോട്ട് കുറച്ച് കടുകിട്ടു, ഉലുവയിട്ടു. പിന്നെ അതൊന്ന് മൂത്തപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇട്ടു. അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. എരിവുള്ള മുളക് പൊടി മറ്റേ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഗ്രേവി വേണേ, അതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുവാണേ. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ആരും. തിളച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഇനി ഉപ്പിടാം. ഈ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചേക്കും. ഞാൻ കുറച്ച് ഉപ്പിടാം.
ഉപ്പുണ്ടോന്ന് തൊട്ട് നോക്കാം. ഇനി നമുക്ക് വിനാഗിരി വിനേഗർ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കായം കൂടി ഇടാം. കായം ചിലരൊക്കെ കായം ഇടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അയ്യോ ഇടയ്ക്ക് ചുമ, സോറി കേട്ടാ. എന്ത് നല്ല മണമാണെന്നറിയാവോ, നല്ല സ്മെല്ല്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ എന്താ വിനേഗർ എല്ലാം കൂടെ ഇട്ടപ്പോൾ എൻ്റെ അമ്മ, പിന്നെ നല്ലെണ്ണയും കൂടെ ആയതുകൊണ്ട് അയ്യോ സോറി. ഈ ചുമ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുന്നുണ്ടോ ഇടയ്ക്ക്? എന്ത് ചെയ്യാനാ, ഈ മുളകിൻ്റെ ഗ്യാസ്. സൂപ്പർ. ഉപ്പിച്ചിരിയും കൂടെ വേണേ. അയ്യോ എൻ്റെ ഈ ഉപ്പ് നോട്ടമാണ്. ഓക്കെ, എല്ലാവരും ഈ കായം വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ഇടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മീൻ അങ്ങോട്ട് ഇടുക, വേറെ ഒന്നുമില്ല. വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇടുവാണേ. എന്തൊരു കഷ്ടം ഇത്. ഇനി കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണമെന്ന് തോന്നുന്നവർ മീൻ ഇടുന്നതിന് മുമ്പേ തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഈ മീനച്ചാറ് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത്? മീനച്ചാറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല മീനൊക്കെ ആണെങ്കിൽ അച്ചാറും നന്നാവും, നല്ല ഫ്രഷ് മീനാണെങ്കിൽ. അപ്പോൾ നമ്മുടെ അച്ചാറ് ഞാൻ കാണിക്കാമേ. കണ്ടോ, സൂപ്പറാണ്. പിന്നെ കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം, ഞാൻ പറഞ്ഞല്ലോ മീൻ ഇടുന്നതിന് മുമ്പേ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട്
നിങ്ങളുടെ പാകത്തിന് ഗ്രേവിയൊക്കെ ആക്കിക്കണം. പിന്നെ കൂടുതൽ ദിവസങ്ങൾ ഇരിക്കേണ്ടതാണെങ്കിൽ കുറച്ചും കൂടി ഫ്രൈ ആയിട്ട് മീൻ എടുക്കണം. പിന്നെ വെള്ളം ഇടണ്ട. ഓക്കെ, ഉണ്ടോ? അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഈ അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ അച്ചാറാണ്. നിങ്ങൾ ഇതുപോലൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ എന്നോടൊന്ന് പറയണം. പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ചെയ്തേക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. മിക്കവാറും എല്ലാവരും കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. നല്ല നല്ല കമൻറ്റുകളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.